ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു സൈപ്ര. നമുക്ക് ജൂനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റിൻ്റെ സിലബസ് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ JSA പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും? നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും? കെമിസ്ട്രിക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, ബയോടെക്നോളജിക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, മൈക്രോബയോളജിക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, എൻവയോൺമെൻറ്റൽ സയൻസുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, പിന്നെ നമ്മുടെ ലൈഫ് സയൻസ്, അതായത് ഡിഗ്രി പഠിച്ച സ്റ്റുഡൻസ്, BSc അല്ലേ, BSc, അതുപോലെ തന്നെ BTech ബയോടെക്നോളജിക്കാർക്കും ഇക്വലൻസി വെച്ച് അപ്ലൈ ചെയ്യാം. അപ്പോൾ BSc പഠിച്ച സ്റ്റുഡൻസ് ഏതൊക്കെയാണ് സബ്ജക്റ്റ് വരുന്നത്? നമുക്ക് ലൈഫ് സയൻസിൽ വരുന്ന ആളുകൾ, അതായത് സുവോളജി, ബോട്ടണി, പിന്നെ നമ്മുടെ ബയോടെക്നോളജി, മൈക്രോബയോളജി, ബയോകെമിസ്ട്രി, എൻവയോൺമെൻറ്റ് സയൻസ്, മൈക്രോബയോളജി, കെമിസ്ട്രി ഒക്കെ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ ലൈഫ് സയൻസുകാർക്ക് പറഞ്ഞിരിക്കുന്നത് അവരുടെ ഡിഗ്രി ടൈമിൽ കെമിസ്ട്രി ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ചിരിക്കണം. അതായത് ഇപ്പോൾ സുവോളജിക്കാർക്കാണെങ്കിൽ കെമിസ്ട്രി അല്ലേ ഉണ്ടല്ലോ, സബ്ബായിട്ട് ഉണ്ടല്ലോ, ബോട്ടണിക്കാർക്കും ഉണ്ടാകും അല്ലേ, എല്ലാവർക്കും ഉണ്ട് സബ്ബായിട്ട്. ആ ഒരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അതായത് ലൈഫ് സയൻസിലെ സ്റ്റുഡൻസ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എന്തും കൂടെ വേണം? കെമിസ്ട്രി ഒരു സബ്ജക്റ്റായിട്ട് പഠിച്ചിരിക്കണം നിങ്ങളുടെ ഡിഗ്രി തലത്തിൽ. ഓക്കെ, അപ്പോൾ JSAക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രിയാണ്. അതിൽ കെമിസ്ട്രിക്കാർക്ക് അപ്ലൈ ചെയ്യാം, പിന്നെ ഏതാ വരുന്നത്? ബയോടെക്നോളജി, മൈക്രോബയോളജി, എൻവയോൺമെൻറ്റ് സയൻസ്, പിന്നെ ലൈഫ് സയൻസ്. അപ്പോൾ ലൈഫ് സയൻസിൻ്റെ കാര്യമാണ് പറഞ്ഞത്. കെമിസ്ട്രി അവരുടെ ഡിഗ്രിയിൽ നിങ്ങളൊരു സബ്ജക്റ്റായിട്ട് പഠിച്ചിരിക്കണം, അത് മാത്രമേ ഉള്ളൂ വരുന്നത്. ഓക്കെ, അപ്പോൾ ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം ലൈഫ് സയൻസിൽ വരുന്ന. ഓക്കെ, ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഡിഗ്രിയുടെയാണ് കേട്ടോ. അപ്പോൾ JSA എന്ന് പറയുന്നത് ഡിഗ്രിക്കാർക്ക് അപ്ലൈ ചെയ്യാവുന്നതും AS എന്ന് പറയുന്നത് MScക്കാർക്ക് വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, അറിയാലോ, നമ്മൾ അസിസ്റ്റൻറ്റ് സയൻറ്റിസ്റ്റിൻ്റെ AS എന്ന് പറയുന്നത് അസിസ്റ്റൻറ്റ് സയൻറ്റിസ്റ്റ്, അതിൻ്റെ സിലബസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ 4 പാർട്ടാണ് നമുക്കുള്ളത്. അതായത് 100 മാർക്ക് എന്ന് പറയുന്നത് കെമിസ്ട്രിയിൽ നിന്ന് 25 മാർക്ക്, ബയോടെക്നോളജിയിൽ നിന്ന് 25 മാർക്ക്, മൈക്രോബയോളജിയിൽ നിന്ന് 25 മാർക്ക്, എൻവയോൺമെൻറ്റ് സയൻസിൽ നിന്ന് 25 മാർക്ക്. അപ്പോൾ കെമിസ്ട്രിയിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്തൊക്കെയാണ്? 25 മാർക്കിൽ വരുന്നത് അറ്റോമിക് സ്ട്രക്ചർ ആൻഡ് കെമിക്കൽ ബോണ്ടിങ്, പീരിയോഡിക് ടേബിൾ, അനലൈറ്റിക്കൽ കെമിസ്ട്രി, കൊളോയിഡ്സ് ആൻഡ് സർഫസ് കെമിസ്ട്രി, ഗ്രീൻ കെമിസ്ട്രി, എൻവയോൺമെൻറ്റൽ കെമിസ്ട്രി ഒക്കെയാണ് വരുന്നത്. ഓക്കെ, കെമിസ്ട്രിയിൽ. അപ്പോൾ നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അറ്റോമിക് സ്ട്രക്ചർ ആൻഡ് കെമിക്കൽ ബോണ്ടിങ്ങിൽ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്? ബോർ ആറ്റം മോഡൽ, ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ, വേവ് ഫംഗ്ഷൻ, ഷേപ്പ് ഓഫ് ഓർബിറ്റൽസ്, വേരിയസ് റൂൾ ഫോർ ആഡിങ് ഇലക്ട്രോൺസ് ടു ഡിഫറെൻറ്റ് ഓർബിറ്റൽസ്, അയണിക് ബോണ്ട്, കോവാലന്റ് ബോണ്ട്, മെറ്റാലിക് ബോണ്ട്, കോർഡിനേറ്റ് ബോണ്ട് ആൻഡ് വീക്ക് കെമിക്കൽ ഫോഴ്സസ്. പിന്നെ നമ്മുടെ പീരിയോഡിക് ടേബിൾ പഠിക്കണം, ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ്, പീരീഡ്സ് ആൻഡ് ഗ്രൂപ്പ്സ്, അയണൈസേഷൻ എനർജി, ഇലക്ട്രോൺ അഫിനിറ്റി, ഇലക്ട്രോനെഗറ്റിവിറ്റി, variation of these properties along a group and a period. Okay, പിന്നെ അനലിറ്റിക്കൽ കെമിസ്ട്രി ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. നമ്മുടെ PCBയുടെ കോറായിട്ടുള്ള ഏരിയ ആണ് അനലിറ്റിക്കൽ കെമിസ്ട്രി. അതിലെന്തൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്? ടൈട്രിമെട്രിക്, ഗ്രാവിമെട്രിക്, കളറിമെട്രിക് അനാലിസിസ്. ഓക്കെ, പിന്നെ എറേഴ്സ്, ടൈപ്പ് ഓഫ് എറേഴ്സ്, ആക്യുറസി ആൻഡ് പ്രിസിഷനൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. സ്പെക്ട്രോസ്കോപ്പിക് മെത്തേഡ്സ്, UVVs, IR, NMR, മാസ് സ്പെക്ട്രോസ്കോപ്പിയൊക്കെ പഠിക്കാനുണ്ട്. പിന്നെ സെപ്പറേഷൻ ടെക്നിക്സ് നമുക്ക് പഠിക്കാനുണ്ട്. എന്തൊക്കെയാണ്? സോൾവെൻറ്റ് എക്സ്ട്രാക്ഷൻ, എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ അയൺസ് ആൻഡ് ഓർഗാനിക് സ്പീഷീസ് ഫ്രം അക്വസ് സൊല്യൂഷൻസ്, പിന്നെ നമ്മുടെ ക്രൊമാറ്റോഗ്രഫി. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്? തെർമോഗ്രാവിമെട്രിക് അനാലിസിസ് ആൻഡ് ഡിഫറൻഷ്യൽ തെർമൽ അനാലിസിസും നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് കൊളോയിഡ്സ് ആൻഡ് സർഫസ് കെമിസ്ട്രി ആണ് പഠിക്കാനുള്ളത്. അതിൽ നമുക്ക് കൊളോയിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ, മെക്കാനിക്കൽ, ഇലക്ട്രിക് ആൻഡ് ഇലക്ട്രോകൈനറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് കൊളോയിഡ്, സർഫാക്റ്റൻറ്റ്, മിസെല്ലെ ഫോർമേഷൻ ആൻഡ് എമൽസിഫിക്കേഷൻ. ഓക്കെ, പിന്നെ അഡ്സോർപ്ഷൻ, ആപ്ലിക്കേഷൻ, അഡ്സോർപ്ഷൻ ഐസോതേംസ്, ഫ്രിയൂൺലിക്, ലാംഗ്മ്യൂർ ആൻഡ് ബെറ്റിയറി ഒക്കെ പഠിക്കാനുണ്ട്. അത് കെമിസ്ട്രിയിലെ കൊളോയിഡ് ആൻഡ് സർഫസ് കെമിസ്ട്രി. പിന്നെ ഗ്രീൻ കെമിസ്ട്രി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. നമുക്ക് നേരത്തെയും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നീഡ് ഫോർ ഗ്രീൻ കെമിസ്ട്രി, എന്താണ് അതിൻ്റെ പ്രത്യേകതകൾ അല്ലേ? പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രീൻ കെമിസ്ട്രി, ഗ്രീൻ സോൾവെൻ്റ് ഏതൊക്കെയാണ്, മൈക്രോവേവ് അസിസ്റ്റഡ് റിയാക്ഷൻസ് ആൻഡ് അൾട്രാസൗണ്ട് അസിസ്റ്റഡ് റിയാക്ഷൻസ്. പിന്നെ നമ്മുടെ എൻവയോൺമെൻറ്റൽ സയൻസ് ആണ് വരുന്നത്. അതായത് എൻവയോൺമെൻറ്റൽ കെമിസ്ട്രി, അറ്റ്മോസ്ഫറിക് സ്ട്രക്ചർ, കമ്പോസിഷൻ, പിന്നെ ടോക്സിക് കെമിക്കൽസ് ഇൻ എൻവയോൺമെൻറ്റ്, സോഴ്സസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ്
ട്രീറ്റ്മെൻറ്റ് ഓഫ് ഹെവി മെറ്റൽ പോയ്സണിങ്, പിന്നെ എയർ പൊല്യൂഷൻ, അതിൽ എയർ പൊല്യൂട്ടൻസ് എന്താണ്, ഗ്രീൻ ഹൗസ് എഫക്റ്റ്, ഗ്ലോബൽ വാർമിംഗ്, ഓസോൺ ഡിപ്ലീഷൻ, കൺട്രോൾ ഓഫ് എയർ പൊല്യൂഷൻ, പിന്നെ നമ്മുടെ സോയിൽ പൊല്യൂഷൻ, അതിൽ നമ്മുടെ സോയിൽ ഫോർമേഷൻ എങ്ങനെയാണ്, സോയിൽ അസിഡിഫിക്കേഷൻ, ലൈമിംഗ് ഓഫ് സോയിൽ, ഇൻഡസ്ട്രിയൽ ആൻഡ് അർബൻ വേസ്റ്റസ് ഒക്കെ നമുക്ക് പഠിക്കണം. പിന്നെ വാട്ടർ പൊല്യൂഷൻ, സോഴ്സസ്, യൂട്രോഫിക്കേഷൻ, BOD, COD, ഹാർഡ്നെസ് ഓഫ് വാട്ടർ, ഡൊമസ്റ്റിക് വാട്ടർ ട്രീറ്റ്മെൻറ്റ്, സീവേജ് ട്രീറ്റ്മെൻറ്റ് ഒക്കെ ഉണ്ട്. പിന്നെ നോയിസ് ആൻഡ് റേഡിയേഷൻ പൊല്യൂഷൻ. ഓക്കെ, നോയിസ് പൊല്യൂഷൻ നമുക്ക് ഫുൾ പഠിക്കാറുണ്ട്, അതുപോലെ തന്നെ റേഡിയേഷൻ പൊല്യൂഷൻ. പിന്നെ കെമിക്കൽ ടോക്സിക്കോളജി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമ്മുടെ ഈ വാട്ടർ പൊല്യൂട്ടൻസിൽ. ഇഷ്ടംപോലെ പൊല്യൂട്ടൻസ് നമുക്ക് പഠിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെയും കാര്യങ്ങൾ നമുക്ക് പഠിക്കണം. എങ്ങനെയാണ് അവരുടെ ഡീടോക്സിഫിക്കേഷൻ നടക്കുന്നത്, നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ പ്രശ്നം അവരുണ്ടാക്കുന്നുണ്ട്, ഏതൊക്കെ ഡിസീസാണ് വരുന്നത്, അതുപോലെ തന്നെ നമ്മുടെ ടോക്സിക് ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ, അതൊക്കെ നമ്മുടെ ഡ്രിങ്കിങ് വാട്ടറിൽ ഏത് ലിമിറ്റ് വരെ ആകാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പഠിച്ചോളണം. ടോക്സിക് എലമെൻറ്റ്സ് ഇൻ ദ എൻവയോൺമെൻറ്റ്, എഫക്റ്റ് ഓഫ് ടോക്സിക് കെമിക്കൽസ്, പെസ്റ്റിസൈഡ്സ് ആൻഡ് ഇറ്റ് ബയോകെമിക്കൽ എഫക്റ്റ്. ഇനി അടുത്ത 25 മാർക്ക് നമ്മുടെ മൈക്രോബയോളജിയിൽ നിന്നാണ്. അതിൽ നമുക്ക് ടെക്നിക്സ് ഇൻ മൈക്രോബയോളജി നമുക്ക് പഠിക്കണം. ഓക്കെ, അതിൽ എന്തൊക്കെ വരുന്നുണ്ട്, മൈക്രോസ്കോപ്പി, ടൈപ്പ് ഓഫ് മൈക്രോസ്കോപ്പ്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ അതിൻ്റെ യൂസസും കാര്യങ്ങളും ഒക്കെ പഠിക്കണം അല്ലേ. നമുക്ക് JSയും ASും ഒന്നിച്ചാണ് എക്സാമിനേഷൻ വരുന്നതെങ്കിൽ JSയുടെ എക്സാമിനേഷൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഓക്കെ, സിലബസ് എന്ന് പറയുന്നത് മിക്കതും ഓൾമോസ്റ്റ് സിമിലർ ആണ്, കുറച്ച് വ്യത്യാസം മാത്രമേ ഉള്ളൂ JSയും ASും തമ്മിൽ. ഓക്കെ, അപ്പോൾ അതും കൂടുതലും കെമിസ്ട്രി പാർട്ടിലാണ് കുറച്ച് ഡിഫറൻസ് വരുന്നത്. ബാക്കിയെല്ലാം ഏകദേശം കുറേയൊക്കെ സിമിലാരിറ്റി ഉണ്ട്. നമുക്ക് എപ്പോഴും അതിൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേണിലായിരിക്കും വ്യത്യാസം. JSക്ക് പഠിക്കുന്നതും ASന് പഠിക്കുന്നതും തമ്മിൽ ആ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ഉണ്ടല്ലോ നമുക്ക് എക്സാം വരുന്നത്, അതാണ് കൂടുതലും ഡിഫറൻസ് വരുന്നത്. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് നമുക്ക് സിമിലർ ആണെന്ന് തന്നെ പറയാം. കുറച്ച് ടോപ്പിക്ക് നമുക്ക് അസിസ്റ്റൻറ്റ് സയൻറ്റിസ്റ്റിന് കുറച്ചും കൂടി കൂടുതൽ പഠിക്കാനുണ്ട്. ഓക്കെ, ഇനി മൈക്രോസ്കോപ്പി നമ്മൾ പറഞ്ഞു, ടൈപ്പ് ഓഫ് മൈക്രോസ്കോപ്പ് പഠിക്കണം. അഡ്വാൻസ്ഡ് ടെക്നിക്സ് ഇൻ മൈക്രോസ്കോപ്പി, സ്റ്റെയിനിങ് ടെക്നിക്സ്, അതിന് നമ്മളിപ്പോൾ ഗ്രാം സ്റ്റെയിനിങ്ങും സ്പോർ സ്റ്റെയിനിങ്ങും ഫ്ലജല്ല സ്റ്റെയിനിങ്ങും ആസിഡ് ഫാസ്റ്റ്, വോളറ്റിൻ, ക്യാപ്സ്യൂൾ എല്ലാം നമ്മൾ പഠിക്കണം. ഓക്കെ, പിന്നെ നമ്മുടെ സ്റ്റെറിലൈസേഷൻ പഠിക്കണം. ഡിസിൻഫെക്ഷൻ ടെക്നിക്സ് ഏതൊക്കെയാണ്, അതിൻ്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ മെത്തേഡ്സ് ഒക്കെ നമുക്ക് പഠിക്കണം. പിന്നെ നമ്മുടെ സ്പെക്ട്രോഫോട്ടോമെട്രി ടെക്നിക്സിൽ വരുന്നുണ്ട്. ഇലക്ട്രോഫോററ്റിക് ടെക്നിക്സ് ഫോർ പ്രോട്ടീൻസ് ആൻഡ് ന്യൂക്ലിയിക് ആസിഡ്, PCR, ക്രോമാറ്റോഗ്രാഫിക് ടെക്നിക്സ്, ഇത് നമ്മൾ കെമിസ്ട്രിയിലും പറഞ്ഞതാണ് അല്ലേ. അഡ്സോർപ്ഷൻ, പാർട്ടീഷൻ, അയൺ എക്സ്ചേഞ്ച്, ജെൽ ഫിൽട്രേഷൻ, HPLC, FPLC ഒക്കെ നമുക്ക് പഠിക്കണം. പിന്നെ ടെക്നിക്സ് യൂസ്ഡ് ഫോർ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് മൈക്രോ ഓർഗാനിസംസ്, അതും ഇമ്പോർട്ടൻ്റ് ആണ്, മിക്കപ്പോഴും വരാറുണ്ട്. ബയോടൈപ്പിംഗ്, സെറോടൈപ്പിംഗ്, മോളിക്കുലർ ടൈപ്പിംഗ് ഒക്കെ. ഓക്കെ, ഇനി ജനറൽ മൈക്രോബയോളജി ആൻഡ് മൈക്രോബിയൽ ഫിസിയോളജി. ഈ മൈക്രോബിയൽ ഫിസിയോളജി എന്ന് പറയുമ്പോൾ അതിൽ ഇഷ്ടംപോലെ ടോപ്പിക്ക് വരും, നമ്മളറിയാതെ തന്നെ ഇഷ്ടംപോലെ ടോപ്പിക്ക് വരും. ഇവിടെ നമ്മൾ കമ്പാരിസൺ ഓഫ് യൂക്യാരിയോട്സ് ആൻഡ് പ്രോക്യാരിയോട്സ് പഠിക്കണം. ഓക്കെ, അതുപോലെ തന്നെ ആർക്കിയയും നമ്മുടെ ബാക്ടീരിയയും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ പഠിക്കണം. പിന്നെ നമുക്ക് ബാക്ടീരിയൽ ഫോംസ് പഠിക്കാനുണ്ട്, അറേഞ്ച്മെൻറ്റ് ഓഫ് സെൽസ് പഠിക്കാനുണ്ട്, ആക്ടിനോമൈസെറ്റീസ്, മോൾഡ്, ഈസ്റ്റ് ഫോംസ് ഒക്കെ പഠിക്കണം. ഓക്കെ, പിന്നെ വൈറസിനെ പറ്റി നമുക്ക് പഠിക്കണം, ബാക്ടീരിയോഫേജ് പഠിക്കണം, ബാക്ടീരിയയുടെ അൾട്രാ സ്ട്രക്ചർ, ആൻറ്റിബയോട്ടിക്സ് പഠിക്കണം. ആൻറ്റിബയോട്ടിക്സ് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് അല്ലേ, നമുക്ക് കുറച്ച് നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻറ്റിബയോട്ടിക്സ് എന്ന് വരും. അപ്പോൾ ആൻറ്റിബയോട്ടിക്സ് പഠിക്കണം. പിന്നെ നമുക്ക് സ്ട്രക്ചർ, ഫങ്ഷൻ ആൻഡ് കെമിക്കൽ കമ്പോസിഷൻ ഓഫ് സെൽ വോൾ ആൻഡ് സെൽ മെംബ്രെയിൻ പഠിക്കണം. എൻഡോസ്പോർ പഠിക്കാനുണ്ട്, സ്ട്രക്ചർ, ഫോർമേഷൻ, സ്റ്റേജസ് ഓഫ് സ്പോറിലേഷൻ ഒക്കെ പഠിക്കണം. പിന്നെ നമ്മുടെ മൈക്രോബിയൽ ഗ്രോത്തിൽ വരുന്ന എഫക്റ്റ് ഓഫ് വേരിയസ് പാരാമീറ്റേഴ്സ് ആൻഡ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് പഠിക്കണം. നമ്മുടെ ബാക്ടീരിയയുടെ ക്ലാസിഫിക്കേഷൻ ഉണ്ടല്ലോ, അവർക്ക് പല പല റിക്വയർമെൻ്റ് ഉണ്ടല്ലോ, അതനുസരിച്ച് അവരുടെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിക്കണം. അതായത് ബേസ്ഡ് ഓൺ ടെമ്പറേച്ചർ, pH, O2, അതായത് ഓക്സിജൻ, സോളിഡ് കോൺസെൻട്രേഷൻ, അതൊക്കെ അനുസരിച്ച് അവരെങ്ങനെയാണ് അവരുടെ ഗ്രോത്ത് അഫക്റ്റ് ആകുന്നുണ്ടോ അല്ലേ, അവർക്ക് പ്രശ്നമാകുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കണം. പിന്നെ ന്യൂട്രീഷണൽ റിക്വയർമെൻറ്റ് പഠിക്കണം. ഇപ്പോൾ ഈ പഠിക്കുന്നതിൽ വരുന്ന ഓരോരോ ബാക്ടീരിയ ഉണ്ടല്ലോ, എല്ലാത്തിൻ്റെയും ആ പേര് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്ത് അവർ ഏതൊക്കെ ഏരിയയിൽ വരുന്നുണ്ട് അതെല്ലാം നമ്മൾ ഡീപ്പായിട്ട് നമ്മൾ തന്നെ പഠിച്ചെടുക്കേണ്ടത് ഒത്തിരി അത്യാവശ്യമുള്ള കാര്യമാണ്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഒരെണ്ണം പഠിച്ച് അപ്പുറത്ത് വേറെണ്ണം പഠിച്ച് ഇത് രണ്ടും കൂടി നമ്മളെപ്പോഴും ഒന്ന് ലിങ്ക് ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ പഠിക്കുന്ന എല്ലാം തന്നെ എന്താണ്, ഇതെല്ലാം കണക്റ്റഡ് ആണ്. പക്ഷെ നമ്മൾ ഇവിടെ ഒന്ന് പഠിച്ചു, അപ്പുറത്ത് ഒരെണ്ണം പഠിച്ചു, അതായത് ഓരോരോ സബ്ജക്റ്റ് ഉണ്ടല്ലോ, അങ്ങനെ പഠിക്കാതെ നമ്മളെല്ലാം ഒന്ന് ഫുള്ള് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. അപ്പോൾ ഇവിടെ വരുന്ന ആൾ തന്നെ അപ്പുറത്തും ഉണ്ടാവും, അപ്പോൾ അപ്പുറത്തത് വേറെ ആളല്ല അല്ലേ, നമ്മളത് ഫുള്ളായിട്ട് പഠിച്ചോളണം.
അതുപോലെ തന്നെ മോഡ് ഓഫ് ബാക്ടീരിയൽ ന്യൂട്രീഷൻ, ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ് ബൈ ബാക്ടീരിയ. പിന്നെ നമ്മുടെ മീഡിയ, ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ് നമ്മുടെ മീഡിയ എന്ന് പറയുന്നത്. സോളിഡ്, ലിക്വിഡ് മീഡിയ, യൂസസ് ഓഫ് അഗർ, പലതരത്തിലുള്ള കൾച്ചർ മീഡിയ. പിന്നെ നമ്മുടെ കൾച്ചർ ടെക്നിക്സ് ഉണ്ടല്ലോ പല രീതിയിലല്ലേ, സ്ട്രീക്ക് പ്ലേറ്റ്, സ്പ്രെഡ് പ്ലേറ്റ്, പോർ പ്ലേറ്റ് മെത്തേഡ്, സ്റ്റാപ്പ് കൾച്ചർ, ലോൺ കൾച്ചർ. അതിൽ തന്നെ എനേറോബിക് മെത്തേഡ്സ് ഉണ്ട്, അത് എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നതാണ്. പിന്നെ കൾച്ചർ പ്രിസർവേഷൻ സ്ട്രാറ്റജീസ്, ഗ്രോത്ത് കർവ് ആൻഡ് സിഗ്നിഫിക്കൻസ്, വൈറൽ ഗ്രോത്ത്, ലൈറ്റിക് ആൻഡ് ലൈസോജനിക് സ്റ്റേജ്, വൈറൽ കൾട്ടിവേഷൻ മെത്തേഡ്സ്, പിന്നെ വൈറൽ ആൻഡ് ബാക്ടീരിയോഫേജ് ക്വാണ്ടിഫിക്കേഷൻ മെത്തേഡ്സ്. ഇതൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളതാണ്. പിന്നെ നമുക്ക് എൻവയോൺമെൻറ്റൽ മൈക്രോബയോളജി പഠിക്കാനുണ്ട്. അത് നമ്മൾ ഓൾറെഡി കുറച്ച് പറഞ്ഞു അല്ലേ, സോയിൽ മൈക്രോബയോളജി. അതിൽ ഏതൊക്കെ മൈക്രോബ്സ് വരുന്നുണ്ട്, റോൾ ഓഫ് മൈക്രോബ്സ് ഇൻ സോയിൽ ഫെർട്ടിലിറ്റി, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് മൈക്രോബിയൽ പോപ്പുലേഷൻ, അതായത് മോയ്സ്ചർ, pH, ടെമ്പറേച്ചർ, ഓർഗാനിക് മാറ്റർ, അഗ്രോണോമിക് പ്രാക്ടീസസ് ഒക്കെ എന്തൊക്കെ വ്യത്യാസം സോയിലിൽ വരുത്തുന്നുണ്ട് അല്ലേ, അതൊക്കെ നമ്മൾ പഠിക്കണം. പിന്നെ അക്വാട്ടിക് മൈക്രോബയോളജി, ഇതിലൊക്കെ ഇഷ്ടംപോലെ ആളുകൾ വരുന്നുണ്ട്, നമുക്ക് എക്സാമ്പിൾസ് ഇഷ്ടംപോലെ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ അതെല്ലാം നമ്മൾ പഠിക്കണം. പിന്നെ വാട്ടർ പ്യൂരിഫിക്കേഷൻ പ്രൊസീജിയേഴ്സ് ഫോർ പബ്ലിക് വാട്ടർ സപ്ലൈസ്. ഓക്കെ, ഇൻഡിക്കേറ്റർ ഓർഗാനിസംസ് എന്താണെന്ന് നമുക്ക് പഠിക്കണം. ഈ മൈക്രോബയോളജിക്കൽ എക്സാമിനേഷൻ ഓഫ് വാട്ടർ, ഇൻഡിക്കേറ്റർ ഓർഗാനിസംസ് ഒക്കെ ഉണ്ടല്ലോ, അത് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ BOD, COD, വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് സ്റ്റെപ്സ്, പിന്നെ യൂട്രോഫിക്കേഷൻ എപ്പോഴും ക്വസ്റ്റ്യൻ വരും, ആൻഡ് ആൽഗൽ ബ്ലൂം, പിന്നെ നമ്മുടെ വാട്ടർ ബോൺ ഡിസീസ്, പിന്നെ എയറോബയോളജി, നമ്മൾ എങ്ങനെയാണ് എയർ വാട്ടർ സാമ്പിൾ എടുക്കുന്നത്, അതിൻ്റെ ഓർഗാനിസംസ് ഒക്കെ എന്തൊക്കെയാണ്, അതിൽ നമ്മുടെ ഇപ്പോൾ പർട്ടിക്കുലേറ്റ് മാറ്റർ ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണം. പിന്നെ ഡിസീസ് ഫോർകാസ്റ്റിംഗ് ഇൻ പ്ലാന്റ്സ്, ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ എയർ, ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയൈ, എയറോസോൾ ആൻഡ് ഇൻഫെക്ഷ്യസ് ഡസ്റ്റ്. പിന്നെ നമ്മൾ മൈക്രോബയോളജിക്കൽ സാമ്പിളിംഗ് നമ്മൾ പറഞ്ഞു, അത് പഠിക്കണം. എയർബോൺ ട്രാൻസ്മിഷൻ ഓഫ് ഹാംഫുൾ മൈക്രോബ്സ് ആൻഡ് എയർബോൺ ഇൻഫെക്ഷൻസ് പഠിക്കണം. പിന്നെ ബയോജിയോ കെമിക്കൽ സൈക്കിൾ ഇമ്പോർട്ടൻ്റ് ആണത്. ഓക്കെ, റോൾ ഓഫ് മൈക്രോ ഓർഗാനിസംസ് ഇൻ കാർബൺ, ഫോസ്ഫറസ്, നൈട്രജൻ ആൻഡ് സൾഫർ സൈക്കിൾസ്. ഓക്കെ, പിന്നെ നമ്മുടെ മൈക്രോബ് ഇൻട്രാക്ഷൻസ്, മ്യൂച്വലിസം, സിനർജിസം, കെമൻസാലിസം, കോമ്പറ്റീഷൻ, അമൻസാലിസം, പാരസിറ്റിസം, പ്രിഡേഷൻ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ PCBയുടെ ഒരു ആയിട്ടുള്ളൊരു ഏരിയയാണ് വേസ്റ്റ് മാനേജ്മെൻറ്റ് ആൻഡ് സീനോബയോട്ടിക് മെറ്റാബോളിസം. ഇതിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് സിലബസിലല്ലാത്ത തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ്, അതിൻ്റെ സോഴ്സ്, ടൈപ്സ്, നീഡ് ഓഫ് മാനേജ്മെൻറ്റ്, ലാൻഡ് ഫിൽസ്, കമ്പോസ്റ്റിംഗ്, വെർമി കമ്പോസ്റ്റിംഗ്, എനേറോബിക് ഡൈജസ്റ്റേഴ്സ്, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഓഫ് ബയോഗ്യാസ്, ഡിസൈൻ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ബയോഗ്യാസ് പ്ലാന്റ്, സീനോബയോട്ടിക് മെറ്റബോളിസം, പൊളൂട്ടൻസ് ഏതൊക്കെയാണ്, അതായത് നോവൽ പൊളൂട്ടൻസ് ഏതൊക്കെയാണ്, പിന്നെ അതുപോലെ തന്നെ പെർസിസ്റ്റൻസ് ആൻഡ് ബയോമാഗ്നിഫിക്കേഷൻ, റീകാൽസിട്രൻറ്റ് ഹാലോകാർബൺസ്, നൈട്രോ അരോമാറ്റിക് കോമ്പൗണ്ട്സ്, PCB, ആൽക്കൈൽ ബെൻസീൻ സൾഫോണേറ്റ്, പെട്രോളിയം ഹൈഡ്രോകാർബൺസ് ആൻഡ് ദെയർ ബയോഡിഗ്രഡേഷൻ, ബയോറെമിഡിയേഷൻ ഓഫ് പൊളൂട്ടഡ് എൻവയോൺമെൻറ്റ്. പിന്നെ നമ്മുടെ ഓയിൽ പൊല്യൂഷനൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം നമുക്ക് പഠിക്കണം. മൈക്രോബിയൽ ലീച്ചിങ് ആൻഡ് കൊറോഷൻ ഓഫ് മെറ്റൽസ്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ്. പിന്നെ ഈ ഏരിയ കുറച്ച് ട്രിക്കിയാണ്, നമുക്ക് അധികം സിലബസിൽ തന്നിട്ടില്ലെങ്കിലും 5 മാർക്കുണ്ട്. നമ്മൾ കുറച്ച് ഡീപ്പായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇതിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതായത് ചില ഏരിയയിലെ ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല, ചിലതിൽ തന്നെ ചിലപ്പോൾ കുറച്ചധികം ചോദിക്കും, അത് കുറച്ച് ഡീപ്പായിട്ട് പോയാലേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതാണ്, നമ്മുടെ ഇൻഫെക്ഷൻ അല്ലേ, ഫുഡ് ബോൺ ഇൻഫെക്ഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഡിസീസ് ഉണ്ടല്ലോ, ഫുഡ് ബോൺ റിലേറ്റഡ് ഡിസീസ്, അതാണ് എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, പിന്നെ ഫുഡ് ആസ് എ സബ്സ്ട്രേറ്റ് ഫോർ മൈക്രോ ഓർഗാനിസം, ടൈപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് ഇൻ ഫുഡ്, സോഴ്സ് ഓഫ് കണ്ടാമിനേഷൻ, അതുപോലെ തന്നെ ഏതൊക്കെ ഫാക്ടേഴ്സാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമ്മുടെ മൈക്രോബ്സിൻ്റെ ഗ്രോത്ത് ഇൻ ഫുഡ്. പിന്നെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മിൽക്ക് ആസ് എ സബ്സ്ട്രേറ്റ് ഫോർ മൈക്രോ ഓർഗാനിസംസ്, ഏതൊക്കെ മൈക്രോ ഓർഗാനിസംസ് പാലിലുണ്ട്, ബാക്ടീരിയയും ഫംഗസും ഈസ്റ്റും ഒക്കെ ഏതൊക്കെയുണ്ട്. പിന്നെ സോഴ്സസ് ഓഫ് മൈക്രോബിയൽ കണ്ടാമിനേഷൻ ഇൻ മിൽക്ക്, പിന്നെ മൈക്രോബയോളജിക്കൽ അനാലിസിസ് ഓഫ് മിൽക്ക്, ഫുഡ് ഫെർമെൻറ്റേഷൻ പഠിക്കാനുണ്ട്, ചീസ്, ബ്രെഡ്, യോഗട്ട്, ഇഡ്ലി, ഫെർമെൻറ്റഡ് പിക്കിൾസ് ആൻഡ് ഫെർമെൻറ്റഡ് വെജിറ്റബിൾസ് പഠിക്കാനുണ്ട്, ഐസ്ക്രീം പഠിക്കാനുണ്ട്, മെത്തേഡ്സ് ആൻഡ് ഓർഗാനിസംസ് യൂസ്ഡ്, സിംഗിൾ സെൽ പ്രോട്ടീൻ പഠിക്കാനുണ്ട്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ പ്രോബയോട്ടിക്സ് ആൻഡ് പ്രീബയോട്ടിക്സ്. ഓക്കെ, നമ്മുടെ മൈക്രോബയോം ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം, പ്രോബയോട്ടിക്സ് ആൻഡ് പ്രീബയോട്ടിക്സ്. ഓക്കെ, ജനറൽ പ്രിൻസിപ്പിൾസ് അണ്ടർലൈങ് സ്പോയിലേജ് ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫുഡ്, പ്രിൻസിപ്പിൾസ് ഓഫ് ഫുഡ് പ്രിസർവേഷൻ, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ മെത്തേഡ് ഓഫ്
preservation, food sanitation, good manufacturing practices, HACCP, HACCP, ഓക്കെ അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആൻഡ് പേഴ്സണൽ ഹൈജീൻ, ഇതൊക്കെ നമുക്ക് ഫുഡ് മൈക്രോബയോളജിയിൽ പഠിക്കാനുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് പാർട്ട് 3 ബയോടെക്നോളജി നോക്കാം. അതിൽ മോഡ്യൂൾ 1 എന്ന് പറയുന്നത് ബയോഫിസിക്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻസ്ട്രുമെൻറ്റേഷനാണ് വരുന്നത്. കുറച്ചധികം മോഡ്യൂൾസ് ഉണ്ട് നമുക്ക് ബയോടെക്നോളജിയിൽ. മോഡ്യൂൾ 2 എന്ന് പറയുന്നത് ബയോകെമിസ്ട്രി ആൻഡ് എൻസൈമോളജി. മോഡ്യൂൾ 3 എന്ന് പറയുന്നത് പിന്നെയും ഇതിൽ മൈക്രോബയോളജി വരുന്നുണ്ട്. ഓക്കെ, അതാണ് മോഡ്യൂൾ 3. ഇനി മോഡ്യൂൾ 4 എന്ന് പറയുന്നത് എന്താണ്? മോഡ്യൂൾ 4 എന്ന് പറയുന്നത് മോളിക്കുലർ ബയോളജിയാണ്. മോഡ്യൂൾ 5 എന്ന് പറയുന്നത് ഇമ്മ്യൂണോളജി ആൻഡ് ഇമ്മ്യൂണോ ടെക്നോളജി. ഇനി മോഡ്യൂൾ 6 എന്ന് പറയുന്നത് റീകോമ്പിനൻ്റ് DNA ടെക്നോളജിയാണ് വരുന്നത്. മോഡ്യൂൾ 7 ഏതാണ്? ഇൻഡസ്ട്രിയൽ ആൻഡ് ഫുഡ് ബയോടെക്നോളജി. മോഡ്യൂൾ 8 എൻവയോൺമെൻറ്റൽ ബയോടെക്നോളജി. മോഡ്യൂൾ 9 പ്ലാന്റ് ആൻഡ് ആനിമൽ ബയോടെക്നോളജി. മോഡ്യൂൾ 10 ബയോ ഇൻഫോർമാറ്റിക്സ്. ഇത്രയുള്ളൂ ബയോടെക്നോളജി കേട്ടോ. അതായത് നമുക്ക് 10 മോഡ്യൂൾ വരുന്നുണ്ട് 25 മാർക്കിന്, കുറച്ചധികം പഠിക്കണം. അപ്പോൾ ഇതിൽ മൈക്രോബയോളജി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, നമ്മുടെ മൈക്രോബയോളജി സെക്ഷനിൽ. അപ്പോൾ ബാക്കി നമുക്ക് 9 മോഡ്യൂൾ പഠിക്കാനുണ്ട് അല്ലേ ബയോടെക്നോളജിയിൽ. അപ്പോൾ ബയോടെക്നോളജിയുടെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കുറേ ഇട്ടിട്ടുണ്ട് സിലബസ്. പക്ഷേ നമുക്ക് അത്രത്തോളം മാർക്ക് വരാനും ഇല്ല അല്ലേ, ആകെ 25 മാർക്കേ ഉള്ളൂ. പക്ഷേ സിലബസ് കുറച്ച് വാസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ അല്ലേ. അപ്പോൾ നമുക്ക് എല്ലാം പഠിക്കണമല്ലോ, 25 മാർക്ക് കിട്ടണമെങ്കിൽ ബയോടെക്നോളജി പഠിച്ചേ പറ്റൂ അല്ലേ. അപ്പോൾ മോഡ്യൂൾ 1 ബയോഫിസിക്സ് ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻസ്ട്രുമെൻറ്റേഷൻ. അതിൽ തന്നെ ഫസ്റ്റ് തെർമോഡൈനാമിക്സ് ആണ് വരുന്നത്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ലോസ് ആൻഡ് ഇറ്റ് റിലവൻസ് ഇൻ ദ ബയോളജിക്കൽ സിസ്റ്റം. പിന്നെ നമ്മുടെ എൻട്രോപ്പി, എൻതാൽപ്പി, ഗിബ്സ് ഫ്രീ എനർജി, പിന്നെ ബയോ എനർജറ്റിക്, എൻഡോതെർമിക് ആൻഡ് എക്സോതെർമിക് റിയാക്ഷൻസ് ഓഫ് ബയോളജിക്കൽ സിസ്റ്റം, എനർജി ചേഞ്ച് ഇൻ ബയോകെമിക്കൽ റിയാക്ഷൻസ്, സോഴ്സസ് ഓഫ് ഹീറ്റ് ലിമിറ്റ് ടു ടെമ്പറേച്ചർ, ഹീറ്റ് ഡിസിപ്പേഷൻ ആൻഡ് കൺസർവേഷൻ. ഇതൊക്കെയാണ് തെർമോഡൈനാമിക്സിൽ വരുന്നത്. പിന്നെ കളറിമെട്രി ആൻഡ് സ്പെക്ട്രോഫോട്ടോമെട്രി നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലേ. ബീർ-ലാംബർട്ട്സ് ലോ, വിസിബിൾ അബ്സോർപ്ഷൻ സ്പെക്ട്രം, മോളാർ എക്സ്റ്റിങ്ഷൻ കോഎഫിഷ്യന്റ്, ചിലപ്പോൾ ഇവിടുന്ന് പ്രോബ്ലം വരും കേട്ടോ. കളറിമീറ്റർ, സ്പെക്ട്രോഫോട്ടോമീറ്റർ, ഫ്ലൂറസെൻസ്, ഫോസ്ഫോറസെൻസ് ഒക്കെ പഠിക്കണം. സെൻട്രിഫ്യൂഗേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. സെൻട്രിഫ്യൂഗേഷനിൽ നിന്നും മിക്കപ്പോഴും ക്വസ്റ്റ്യൻ വരാറുണ്ട്. എന്തൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് അതിൽ? നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് സെഡിമെൻറ്റേഷൻ ടെക്നിക്ക് പഠിക്കാനുണ്ട്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൻട്രിഫ്യൂജ് ആൻഡ് റോട്ടേഴ്സ്, പ്രിൻസിപ്പിൾ, പ്രൊസീജിയർ ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഡിഫറൻഷ്യൽ സെൻട്രിഫ്യൂഗേഷൻ. അതുപോലെ തന്നെ പല രീതിയിലുള്ള സെൻട്രിഫ്യൂഗേഷൻ ഉണ്ട് അല്ലേ. ഡെൻസിറ്റി ഗ്രേഡിയൻറ്റ്, അൾട്രാ സെൻട്രിഫ്യൂഗേഷൻ, റേറ്റ് സോണൽ സെൻട്രിഫ്യൂഗേഷൻ, ഐസോപെക്നിക് സെൻട്രിഫ്യൂഗേഷൻ ഒക്കെ നമുക്ക് പഠിക്കണം. ഓക്കെ, പിന്നെ നമുക്ക് pH പഠിക്കാനുണ്ട് അല്ലേ. pH എന്താണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. pH മീറ്റർ പഠിക്കണം. ഡെൻസിറ്റോമെട്രി, ഫ്ലൂറിമെട്രി, മാനോമെട്രി, പൊളാറോമെട്രി, അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി, IR, NMR, എക്സ്റേ ക്രിസ്റ്റലോഗ്രഫി, മാസ് സ്പെക്ട്രോമെട്രി ഒക്കെ നമുക്ക് പഠിക്കണം. ഇലക്ട്രോഫോറസിസ് പഠിക്കണം. പല രീതിയിലുള്ള ഇലക്ട്രോഫോറസിസ് ഉണ്ട്, അതെല്ലാം നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ റേഡിയോ ഐസോടോപ്സ് നമ്മൾ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാതെ വിടാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്, പക്ഷേ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും. ഐസോടോപ്സ്, റേഡിയോ ഐസോടോപ്സ്, നമുക്ക് അതിൻ്റെ റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻ നമ്മൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യണത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കണം. ഓക്കെ, ഓട്ടോ റേഡിയോഗ്രാഫിയൊക്കെ. ഇനി മോഡ്യൂൾ 2 ബയോകെമിസ്ട്രി ആൻഡ് എൻസൈമോളജി. ഇത് തന്നെ നമ്മുടെ എൻവയോൺമെൻറ്റ് സയൻസിലും വരും. ഓക്കെ, എന്തൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്? നോർമാലിറ്റി, മൊളാരിറ്റി, പെർസെൻറ്റേജ് സൊല്യൂഷൻ, മോൾ ഫ്രാക്ഷനൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. പാർട്സ് പെർ മില്യൺ. പിന്നെ നമുക്ക് ഇതിന്ന് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്, എന്ത് പ്രോബ്ലംസ് വരും അല്ലേ, അത് പഠിക്കണം. പിന്നെ നമുക്ക് ഡിഫ്യൂഷൻ പഠിക്കാനുണ്ട്, ഓസ്മോസിസ്, ഓസ്മോട്ടിക് പ്രഷർ. പിന്നെ നമ്മുടെ കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്സ്, അമിനോ ആസിഡ്, പ്രോട്ടീൻ, ന്യൂക്ലിക് ആസിഡ്, ഇതിൻ്റെയൊക്കെ സ്ട്രക്ചറും കാര്യങ്ങളും എല്ലാം നമ്മൾ പഠിക്കണം. ഡിറ്റക്ഷൻ മെത്തേഡ്സ് ഒക്കെ നമുക്ക് പഠിക്കണം. ഓക്കെ, നമുക്ക് ചിലപ്പോഴൊക്കെ സ്ട്രക്ചർ പോലെ ഒരു പിക്ചർ തന്നിട്ട് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കാൻ അല്ലേ, ആ രീതിയിലുള്ള ക്വസ്റ്റ്യനൊക്കെ ഇപ്പോൾ 2-3 സ്ട്രക്ചറൊക്കെ തന്നിട്ട് ഇത് ഏതാണ് അല്ലെങ്കിൽ ഇത് ഏതല്ല എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഈ ഇടയ്ക്ക് അങ്ങനെ PSCയുടെ 1-2 ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഇങ്ങനെ സ്ട്രക്ചറിൽ വന്നിട്ടുണ്ട്. നേരത്തെ ഒന്നും വരാറില്ലായിരുന്നു, ഇപ്പോൾ വരാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അതും കൂടെ പഠിക്കണം. പിന്നെ എൻസൈംസ് PSCക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയ ആണ്. എൻസൈംസ് ക്വസ്റ്റ്യനില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാണാറേ ഇല്ല, അതുകൊണ്ട് അത് നമുക്ക് ഫുള്ളും പഠിക്കാനുണ്ട്. ഓക്കെ, എൻസൈംസ്. പിന്നെ മൈക്രോബയോളജി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. നമുക്ക് ബാക്ടീരിയ പഠിക്കാനുണ്ട്, വൈറസ് പഠിക്കാനുണ്ട്, ഫംഗസ്, പ്രോട്ടോസോവ, മൈക്രോപ്ലാസ്മ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിക്കാനുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ ഗ്രാം പോസിറ്റീവ് എന്താണ്, ഗ്രാം നെഗറ്റീവ് എന്താണ്, മോട്ടിലിറ്റി എന്താണ്, ഫ്ലജല്ല എന്താണ്, ന്യൂട്രീഷണൽ ക്ലാസിഫിക്കേഷൻ, വൈറസിൻ്റെ തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വൈറസ്, ഫേജ് കൾച്ചർ, ബാക്ടീരിയ ഫേജ്, DNA, RNA ഫേജ്, T4, പിന്നെ ലൈറ്റിക്കം, ലൈസോജനിക് സൈക്കിളും, ഹോസ്റ്റ് സെൽ അഡ്സോർപ്ഷൻ, പെനട്രേഷൻ, സിന്തസിസ്, പിന്നെ
അല്ലേ, പഠിക്കണം, എല്ലാം പഠിക്കണം. പിന്നെ മൈക്രോബ്സ് ഇൻ എക്സ്ട്രീം എൻവയോൺമെൻറ്റ്, അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അല്ലേ, അതായത് നമ്മുടെ തെർമോഫൈൽസ്, സൈക്രോഫൈൽസ്. പിന്നെ പാത്തോജനിക് മൈക്രോ ഓർഗാനിസംസ് ആരൊക്കെയാണ്? ബാക്ടീരിയ, ഫംഗസ്, വൈറസ്, പ്രോട്ടോസോവൻസ്, മൈക്രോപ്ലാസ്മ. ഇതിൽ പ്രോട്ടോസോവൻസ് ഒക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളതാണ്. പ്രോട്ടോസോവൻസ് നമുക്ക് അല്ലേ റീസെൻ്റ് ആയിട്ടുള്ള ഔട്ട് ബ്രേക്ക് ഒക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ, അതെല്ലാം നമുക്ക് ഇപ്പോൾ നെഗ്ലേറിയ, കാന്തമീബ അങ്ങനെയുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കണം. പിന്നെ ഡിഫൻസ് മെക്കാനിസംസ് എഗെയിൻസ്റ്റ് മൈക്രോ ഓർഗാനിസംസ്. പിന്നെ എന്താണ് സിംബയോസിസ്, ആൻറ്റിബയോസിസ് എമംഗ് മൈക്രോബിയൽ പോപ്പുലേഷൻ. പിന്നെ നമ്മുടെ നൈട്രജൻ ഫിക്സിങ് ബാക്ടീരിയ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, മിക്കപ്പോഴും ക്വസ്റ്റ്യൻ വരും. നമ്മുടെ നൈട്രിഫൈയിങ് ബാക്ടീരിയ, ഡീനൈട്രിഫിക്കൻസ് ഏതൊക്കെയാണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും വരാറുണ്ട്. പിന്നെ നമ്മുടെ ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ, റോൾ ഓഫ് ബാക്ടീരിയ ഇൻ കാർബൺ, നൈട്രജൻ, സൾഫർ ആൻഡ് ഫോസ്ഫറസ് സൈക്കിൾ, അതായത് നമ്മുടെ ബയോജിയോ കെമിക്കൽ സൈക്ലിംഗ്, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഓക്കെ, പിന്നെ നമ്മുടെ ബാക്ടീരിയൽ ന്യൂട്രീഷൻ, അത് നമ്മൾ പറഞ്ഞതാണ് അല്ലേ. പിന്നെ നമ്മുടെ എന്താണ് കൾച്ചർ മീഡിയ നമുക്ക് പഠിക്കണം അല്ലേ, അത് നമ്മൾ ഇഷ്ടംപോലെ പഠിച്ചിട്ടുണ്ട്. കുറേ എക്സ്ട്രാ ഉള്ളത് നമ്മൾ പൊതുവായിട്ട് കുറേ പേരെ പഠിക്കും. ഇപ്പോൾ സെലക്റ്റീവ്, നമ്മുടെ എൻറിച്ച്മെൻ്റ് ഏതാണ്, എൻറിച്ച്ഡ് ഏതാണ്, എല്ലാവർക്കും എപ്പോഴും സംശയമുള്ളതാണ് നമ്മുടെ എൻറിച്ച്ഡും എൻറിച്ച്മെൻറ്റും ഒക്കെ. ഓക്കെ, അപ്പോൾ അതെല്ലാം നമ്മൾ കുറേ എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ പഠിച്ചോളണം, എന്താണെന്നുള്ളത് ഡീപ്പായിട്ട് പഠിക്കണം. പിന്നെ നമ്മുടെ ബാക്ടീരിയൽ ഗ്രോത്ത് കർവ്, മൈക്രോബിയൽ മെറ്റബോളിസം, ഫെർമെൻറ്റേഷൻ ക്വസ്റ്റ്യൻ വരും, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫെർമെൻറ്റേഷൻ, മെഥനോജനിക് ബാക്ടീരിയ. പിന്നെ നമ്മൾ എങ്ങനെയാണ് പ്യുവർ കൾച്ചറിനെ ഐസൊലേറ്റ് ചെയ്യുന്നത്, നമ്മുടെ സ്ട്രീക്ക് പ്ലേറ്റ്, സ്പ്രെഡ് പ്ലേറ്റ്, പോർ പ്ലേറ്റ്, സിന്തറ്റിക് മീഡിയ, സിമ്പിൾ, കോംപ്ലെക്സ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഐസൊലേഷൻ ഓഫ് എനേറോബാൻഡിറ്റ് കൾച്ചർ ടെക്നിക്സ്, സ്ലാൻഡ് കൾച്ചർ, സ്റ്റാബ് കൾച്ചറൊക്കെ നമുക്ക് പഠിക്കണം. ഇനി ഇൻഡസ്ട്രിയൽ മൈക്രോബ്സ്, അതായത് ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജിയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഫുഡ് വരുന്നുണ്ട്. ഓക്കെ, ഡയറി ആൻഡ് സിംഗിൾ സെൽ പ്രോട്ടീൻ, അതുപോലെ തന്നെ നമ്മുടെ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ ഉണ്ടല്ലോ, പെൻസിലിൻ, സ്ട്രെപ്റ്റോമൈസിൻ, അതൊക്കെ എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, സ്ട്രെയിൻ ഇംപ്രൂവ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത്, അതെല്ലാം നമ്മൾ പഠിക്കണം. പ്രൊഡക്ഷൻ ഓഫ് ഹെറ്ററോലോഗസ് പ്രോട്ടീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇൻ മൈക്രോ ഓർഗാനിസംസ്, അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ നമ്മുടെ കൺട്രോൾ ഓഫ് മൈക്രോ ഓർഗാനിസംസ്, അതായത് സ്റ്റെറിലൈസേഷൻ, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. പിന്നെ നമ്മുടെ ബാക്ടീരിയൽ സെൽ സ്ട്രക്ചറും ഗ്രോത്തും എന്തൊക്കെയാണ് സ്ട്രക്ചറിൽ വരുന്നതൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ സെൽ വോൾ, സെൽ മെംബ്രെയിൻ, ഗ്ലൈക്കോകാലിക്സ്, സൈറ്റോപ്ലാസം, സ്പോർ, നമ്മുടെ ഫ്ലജല്ല, കീമോടാക്സിസ്, റൈബോസോംസ്, ന്യൂക്ലിയസ്, ക്രോമസോം, അങ്ങനെ എല്ലാം നമ്മൾ പഠിക്കണം. ഓക്കെ, പിന്നെ മെഷർമെൻറ്റ് ഓഫ് ഗ്രോത്തും ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഗ്രോത്തൊക്കെ പഠിക്കണം. പിന്നെ നമുക്ക് ന്യൂട്രീഷൻ പഠിക്കണം. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ന്യൂട്രീഷൻ, ഓട്ടോട്രോഫിക്, ഹെറ്ററോട്രോഫിക്, ഫോട്ടോസിന്തറ്റിക്, കീമോസിന്തസിസ് ഒക്കെ നമുക്ക് പഠിക്കണം. പർപ്പിൾ സൾഫർ ബാക്ടീരിയ, സാപ്രോഫൈറ്റ്സ് ഒക്കെ പഠിക്കണം. പിന്നെ നൈട്രജൻ മെറ്റബോളിസം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ഒരാളാണ്. ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ, സിംബയോട്ടിക് നൈട്രജൻ ഫിക്സേഷൻ, അതിൽ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, എത്രത്തോളം നമുക്ക് ATP യൂസ് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കണം. പിന്നെ നമ്മുടെ അസിമുലേഷൻ ഓഫ് ഇനോർഗാനിക് നൈട്രജൻ സൈക്കിൾ, പിന്നെ എനർജി പ്രൊഡക്ഷൻ ഇൻ ബാക്ടീരിയ പഠിക്കണം, എനർജി ആൻഡ് ATP, എയറോബിക് റെസ്പിറേഷൻ, ഗ്ലൈക്കോളൈസിസ്, ട്രൈകാർബോക്സിലിക് ആസിഡ് സൈക്കിൾ, നമ്മുടെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട്, ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ ഇൻ ബാക്ടീരിയ, കാറ്റബോളിസം ഓഫ് കാർബോഹൈഡ്രേറ്റ് ഒക്കെ ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഫോട്ടോസിന്തസിസ് പഠിക്കണം ഇൻ ബാക്ടീരിയ. പിന്നെ എനേറോബിക് റെസ്പിറേഷൻ, ഫെർമെൻറ്റേഷൻ, ആൽക്കഹോൾ ഫെർമെൻറ്റേഷൻ ബൈ ഈസ്റ്റ് ആൻഡ് ബാക്ടീരിയ, ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ, മെഥനോജനിക് ബാക്ടീരിയ, അസിറ്റോബാക്ടർ, അസിറ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ ഒക്കെ പഠിക്കാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഓഫ് ബാക്ടീരിയൽ മെറ്റബോളിസം ഇൻ ഇൻഡസ്ട്രി ആൻഡ് അഗ്രികൾച്ചർ. പിന്നെ നമ്മുടെ എക്കണോമിക്കലി ഇമ്പോർട്ടൻറ്റ് ബാക്ടീരിയ ഉണ്ടല്ലോ, ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ, നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ, അതൊക്കെ നമുക്ക് പഠിക്കണം. പിന്നെ ലൈക്കൻസ്, മൈക്രോറൈസേ, പൊള്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടല്ലോ, അതെല്ലാം നമുക്ക് പഠിക്കണം. പിന്നെ ഡിസീസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു അല്ലേ, അതായത് എല്ലായിടത്തും നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. നമ്മളിപ്പോൾ അനാലിസിസ് ഓഫ് എയർബോൺ ബാക്ടീരിയൽ ഡിസീസ് പഠിക്കണം. പിന്നെ വൈറൽ ഡിസീസ് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ഇപ്പോൾ സ്ട്രെപ്റ്റോകോക്കൽ ഡിസീസസ്, ട്യൂബർകുലോസിസ്, ന്യൂമോകോക്കൽ ന്യൂമോണിയ, ക്ലെപ്സില ന്യൂമോണിയ, പിന്നെ ഫുഡ് ബോൺ ആൻഡ് വാട്ടർ ബോൺ ബാക്ടീരിയൽ ഡിസീസ്, അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ബോട്ടിലിസം, സ്റ്റെഫൈലോകോക്കൽ ഫുഡ് പോയ്സണിങ് ഒക്കെ പഠിക്കാനുണ്ട്. ടൈഫോയിഡ് ഫീവർ, സാൽമണലോസിസ്,
കോളറ, ഷിജല്ലോസിസ്, പിന്നെ നമ്മുടെ ഡയറിയ, ബ്രൂസലോസിസ് ഒക്കെ പഠിക്കണം. പിന്നെ സോയിൽ ബോൺ ബാക്ടീരിയൽ ഡിസീസ് ഏതൊക്കെയാണ്? ആന്ത്രാക്സ്, ടെറ്റനസ്, ലെപ്റ്റോസ്പൈറോസിസ് ഒക്കെ പഠിക്കണം. പിന്നെ വൈറൽ ഡിസീസ് ഓഫ് ഹ്യൂമൻ ഏതൊക്കെയാണ് പഠിക്കാനുള്ളത്? ഇൻഫ്ലുവൻസ, അഡനോ വൈറൽ ഇൻഫെക്ഷൻസ് ഒക്കെ പഠിക്കണം. പിന്നെ റൈനോ വൈറൽ ഇൻഫെക്ഷൻസ്, പിന്നെ നമ്മുടെ ഹെർപ്പസ് സിംപ്ലെക്സ്, ചിക്കൻ പോക്സ്, മീസൽസ്, റുബല്ല, യെല്ലോ ഫീവർ, ഡെങ്കി, റേബീസ്, പോളിയോ ഒക്കെ നമ്മൾ പഠിക്കാനുണ്ട്. പിന്നെ നമ്മുടെ മോളിക്കുലർ ബയോളജിയിൽ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്? നമ്മുടെ DNA പഠിക്കാനുണ്ട് അല്ലേ, റെപ്ലിക്കേഷൻ പഠിക്കാനുണ്ട്, ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ, ടൈപ്പ് ഓഫ് RNA, പിന്നെ നമ്മുടെ ORF, പിന്നെ അതിൻ്റെ ആ ഒരു വ്യത്യാസം ഉണ്ടല്ലോ, നമ്മുടെ യൂക്യാരിയോട്സും പ്രോക്യാരിയോട്സും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടല്ലോ, നമ്മുടെ ട്രാൻസ്ലേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ, റെപ്ലിക്കേഷൻ, അതിലൊക്കെ നമുക്ക് പഠിക്കണം. പിന്നെ ട്രാൻസ്പോസോൺസും മ്യൂട്ടേഷൻസും റിപ്പയറും ഒക്കെ നമ്മൾ പഠിക്കാനുണ്ട്. പിന്നെ നമ്മുടെ മൈക്രോബിയൽ ജെനറ്റിക്സ് പഠിക്കാനുണ്ട്. എന്തൊക്കെയാണ്? ബാക്ടീരിയൽ റീകോമ്പിനേഷൻ പഠിക്കാനുണ്ട്, കോൺജുഗേഷൻ പഠിക്കാനുണ്ട്, അതായത് ഫെർട്ടിലിറ്റി ഫാക്ടേഴ്സ്, F+, F- സെൽസ്. ഇതിൽ നിന്ന് അധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം അല്ലേ, എന്നാലും നമുക്ക് ഇപ്രാവശ്യം നമുക്ക് നോക്കാം അല്ലേ എന്തൊക്കെയാണ്. അതുപോലെ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ഉണ്ട്, ലൈറ്റിക്കും ലൈസോജനിക്കും. കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ഏരിയ ആണ്, പക്ഷെ അത് നന്നായിട്ട് പഠിക്കണം. പിന്നെ നമ്മുടെ ജനറ്റിക് എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്, നമ്മുടെ ഫേജസും പ്ലാസ്മിഡ്സും ആസ് വെക്ടേഴ്സ് ഫോർ ജനറ്റിക് എഞ്ചിനീയറിംഗ്. ഓക്കെ. പിന്നെ നമ്മുടെ ബാക്ടീരിയൽ റീകോമ്പിനേഷനും ട്രാൻസ്ഫറബിൾ ഡ്രഗ് റെസിസ്റ്റൻസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ നമ്മുടെ ഇമ്മ്യൂണോളജി 2 മാർക്കേ ഉള്ളൂ, പക്ഷെ നമുക്ക് കുറച്ചധികം പഠിക്കാനുണ്ട്. എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? നമ്മുടെ ഹ്യൂമൻ ഇമ്മ്യൂൺ സിസ്റ്റം, ഓർഗൻസും സെൽസ് ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഇന്നേറ്റും അക്യൂർഡ് ഇമ്മ്യൂണിറ്റി ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ആൻറ്റിജൻ, ആൻറ്റിബോഡി, അതിൻ്റെ സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. പിന്നെ ആൻറ്റിജൻ ആൻറ്റിബോഡി ഇൻട്രാക്ഷൻ, അഗ്ലൂട്ടിനേഷൻ, ഇമ്മ്യൂണോ എലക്ട്രോഫോറസിസ്, ഇമ്മ്യൂണോ ഡിഫ്യൂഷൻ, പിന്നെ ടെക്നിക്സ് ഉണ്ടല്ലോ, നമ്മുടെ ഇമ്മ്യൂണോളജിക്കൽ ടെക്നിക്സ് ഒക്കെ പഠിക്കാനുണ്ട്. ലൈസ, റിയ, RIE ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. പ്രൊഡക്ഷൻ ഓഫ് പോളിക്ലോണൽ ആൻഡ് മോണോക്ലോണൽ ആൻറ്റിബോഡീസ്, ഹൈബ്രിഡോമ ടെക്നോളജി അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ നമുക്ക് വാക്സിൻസ് ഉണ്ട്. വാക്സിൻസ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. വാക്സിൻസ് ഒക്കെ നമുക്ക് ഡീപ്പായിട്ട് പഠിക്കാനുള്ളതാണ്. പിന്നെ നമ്മുടെ ഓട്ടോ ഇമ്മ്യൂണിറ്റി ആൻഡ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉണ്ട്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. ഹാഷിമോട്ടോ, പിന്നെ മയാസ്തേനിയ ഗ്രാവിസ്, റുമാറ്റോയിഡ് ആർത്രൈറ്റിസ്, പെർനിഷ്യസ് അനീമിയ, ആസ്മ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. ഇനി റീകോമ്പിനൻ്റ് DNA ടെക്നോളജി, അത് നമ്മുടെ ബയോടെക്നോളജിയിൽ നമ്മൾ മോളിക്കുലർ ബയോളജിയിലും കുറേശ്ശെ വരുന്നുണ്ട്. 3 മാർക്കാണ്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു, വെക്ടറിൽ നിന്നുള്ള ക്വസ്റ്റ്യനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ടോപ്പിക്ക് നമുക്ക് കുറേ ഉണ്ട് അല്ലേ, എന്നാലും നമുക്ക് ചില ഏരിയയിൽ നിന്നൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരില്ല, കാരണം 100 ക്വസ്റ്റ്യൻ മതിയല്ലോ നമുക്കൊരു എക്സാമിന്. പക്ഷെ നമ്മൾ കുറേയധികം ഏരിയ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് പഠിക്കാനുണ്ട്. അത് തന്നെ നമുക്ക് അതിൻ്റെ കുറേ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഏതൊക്കെ എൻസൈംസ് ആണ് പഠിക്കാനുള്ളത്? ഇപ്പോൾ നമുക്ക് ലൈഗേസ്, ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ വെക്ടേഴ്സ് തന്നെ നമുക്ക് ഡീപ്പായിട്ട് PBr322, പിന്നെ നമ്മുടെ പക് വെക്ടേഴ്സ്, M13 ബേസ്ഡ്, ഫേജ് മേറ്റ്, കോസ്മേറ്റ്, പിന്നെ നമ്മുടെ ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ വെക്ടേഴ്സ്, ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ വെക്ടേഴ്സ്, അതിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻ, ജീനോം സീക്വൻസിങ്, ഷട്ടിൽ വെക്ടേഴ്സ് ഫോർ ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ജീൻ തെറാപ്പി എന്താണ്, പിന്നെ എങ്ങനെയാണ് നമ്മൾ റീകോമ്പിനൻ്റ് DNA കൺസ്ട്രക്ഷൻ നടത്തുന്നത്, ഹോസ്റ്റ് സെൽ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, കോമ്പിറ്റൻറ്റ് സെൽ എന്താണ് ഒക്കെ നമുക്ക് പഠിക്കണം. പിന്നെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ബാക്ടീരിയൽ ട്രാൻസ്ഫോർമേഷൻ എന്താണ്. പിന്നെ നമുക്ക് ജനറ്റിക് ട്രാൻസ്ഫോർമേഷൻ പഠിക്കണം. അതെന്താണ്? നമ്മുടെ ഡയറക്റ്റ് ജീൻ ട്രാൻസ്ഫർ, വെക്ടർ മീഡിയേറ്റഡ് ജീൻ ട്രാൻസ്ഫർ, പിന്നെ നമ്മളതിൻ്റെ കണ്ടുപിടിക്കുമല്ലോ സ്ക്രീനിങ് മെത്തേഡ്സ് ഏതൊക്കെയാണ്. അതൊക്കെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാനായിട്ട് ഈസിയാണ്. ഓക്കെ. പിന്നെ നമ്മുടെ മോളിക്കുലർ ഹൈബ്രിഡൈസേഷൻ ടെക്നിക്സ് ഉണ്ട്. RFLP എന്താണ്, AFLP എന്താണ്, RAPD എന്താണ്, സദേൺ ഹൈബ്രിഡൈസേഷൻ, PCR എന്താണ്, ന്യൂക്ലിക് ആസിഡ് സീക്വൻസിങ്, ജീനോം സീക്വൻസിങ്, ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്, അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ. മൈക്രോ അറേ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ട്രാൻസ്ജനിക് ഓർഗാനിസംസ് ഉണ്ടല്ലോ, അത് നമുക്കിപ്പോൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ആയിട്ട് റിലേറ്റ് ചെയ്തൊക്കെ പഠിക്കാനുണ്ട്. നമുക്ക് ഒരു സിസ്റ്റം പൊള്യൂട്ടഡ് ആണോ അല്ലയോ എന്ന് നമുക്ക് ട്രാൻസ്ജനിക് ഫിഷൊക്കെ വെച്ച് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. അതൊക്കെ നമുക്ക് പഠിക്കണം. പിന്നെ അതൊക്കെ പഠിക്കാനുണ്ട്. പിന്നെ ബയോസേഫ്റ്റി, എത്തിക്സ് ഇൻ ജനറ്റിക് എഞ്ചിനീയറിംഗ്. ഓക്കെ. ഇനി നമുക്ക് 7th മോഡ്യൂൾ എന്താണ്? ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു ഏതൊക്കെ മൈക്രോബ്സ് ഉണ്ട്, അതെല്ലാം നമുക്ക് പഠിക്കണം. അതായത് ഇൻഡസ്ട്രിയലി ഇമ്പോർട്ടൻറ്റ് മൈക്രോ ഓർഗാനിസംസ് അല്ലേ, സ്ക്രീനിങ് ആൻഡ് ഐസൊലേഷൻ,
പഠിക്കാനുണ്ട്. പിന്നെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് എൻസൈംസ് ആൻഡ് കെമിക്കൽസ്, മൈക്രോബിയൽ പ്രൊഡക്ഷൻ ഓഫ് ആൻറ്റിബയോട്ടിക്സ്, വൈറ്റമിൻസ്, അമിനോ ആസിഡ് ആൻഡ് അതർ ഓർഗാനിക് ആസിഡ്സ് ഒക്കെ പഠിക്കാനുണ്ട്. പിന്നെ ഫെർമെൻറ്റേഷൻ നമ്മൾ പറഞ്ഞു, ഫെർമെൻറ്റേഷൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. പിന്നെ നമ്മുടെ ബയോ റിയാക്ടറൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഏതൊക്കെ ബയോ റിയാക്ടറിന് കുറേ എക്സാമ്പിൾസ് ഒക്കെ ഉണ്ട്, ഏതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതിൻ്റെയൊക്കെ പ്രോസസ്സിംഗ് ഒക്കെ എങ്ങനെയാണ്, അതൊക്കെ നമുക്ക് പഠിക്കണം. അപ്പോൾ ഇവിടെ തന്നെ ഫുഡ് ആൻഡ് ഫെർമെൻറ്റഡ് ഫുഡ്, നമ്മുടെ ഫുഡ് മൈക്രോബയോളജിയും കൂടെ കുറച്ച് വരുന്നുണ്ട്. ഓക്കെ, എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം. കേർഡ്, വീറ്റ്, റൈസ് ഫ്ലോർ, മീറ്റ്, ഫിഷ്, പോൾട്രി, എഗ്, ബ്രെഡ്, ബേക്കറി പ്രോഡക്റ്റ് ഒക്കെ കുറേ പഠിക്കാനുണ്ട് ആ ഒരു ഏരിയ. ഓക്കെ, കാരണം മൈക്രോ ഓർഗാനിസംസ് ഈ ഒരു ഏരിയയിലെ ക്വസ്റ്റ്യൻ എപ്പോഴും വരാറില്ല. എന്നാലും നമ്മൾ ഈ മൈക്രോ ഓർഗാനിസംസ് ഒക്കെ നന്നായിട്ടൊന്ന് പഠിക്കണം. ഇപ്രാവശ്യം വന്നാലോ അല്ലേ. ഇനി ഗ്രെയിൻസ്, അതുപോലെ തന്നെ ഓക്കെ, പിന്നെ മൈക്രോ ഓർഗാനിസംസ് ഇൻ ഫുഡ് സ്പോയിലേജ്, ടൈപ്പ് ഓഫ് സ്പോയിലേജ് ഒക്കെ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ക്വസ്റ്റ്യൻ വരും. ക്യാനിങ്, അതുപോലെ തന്നെ സ്പോയിലേജ് ഓഫ് ക്യാൻഡ് ഫുഡ് പ്രോഡക്റ്റ്, പ്രിൻസിപ്പിൾ ഓഫ് പ്രിസർവേഷൻ ഓഫ് ഫുഡ്, അതൊക്കെ നമ്മൾ പഠിച്ചു. മൈക്കോടോക്സിനും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മൈക്കോടോക്സിനും മിക്കപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നതാണ് മൈക്കോടോക്സിൻ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആൻറ്റിബയോട്ടിക്സ് പ്രൊഡക്ഷൻ ഓഫ് ഓർഗാനിക് ആസിഡ് പ്രൊഡക്ഷനൊക്കെ നമുക്ക് പഠിക്കണം. പിന്നെ നമ്മുടെ ഫെർമെൻറ്റഡ് ഫുഡ് പിന്നെയും വരുന്നുണ്ട് അല്ലേ. സിംഗിൾ സെൽ പ്രോട്ടീൻ, എഡിബിൾ മഷ്റൂം എന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പിന്നെ മൈക്രോബ്സ് ഇൻ ഡയറി ഇൻഡസ്ട്രി, ഡയറി പ്രോഡക്റ്റ്, മൈക്രോബിയൽ പ്രോസസ്സിംഗ് ഓഫ് ഫുഡ്, അതായത് എൻസൈംസ് ഒക്കെ ഉണ്ടല്ലോ, എൻസൈംസ് ഒക്കെ വെച്ച് നമ്മൾ പല രീതിയിലുള്ള പ്രോസസ്സിംഗ് ഒക്കെ വരുന്നുണ്ട്, അതൊക്കെ നമുക്ക് പഠിക്കണം. എൻസൈംസ് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്, ഓരോ എക്സാമ്പിൾസും വരാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു അഗ്രികൾച്ചർ വേസ്റ്റ്, ഫുഡ് ഇൻഡസ്ട്രി വേസ്റ്റൊക്കെ എങ്ങനെയാണ് നമ്മൾ ഫെർമെൻറ്റേഷൻ നമ്മൾ സബ്സ്ട്രേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതൊക്കെ നമുക്ക് പഠിക്കണം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇവിടെ കുറേ വേസ്റ്റൊക്കെ ഉണ്ടാകുന്നുണ്ടല്ലോ, നമ്മൾ ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡായിട്ട് റിലേറ്റ് ചെയ്ത് ഓരോ ഇൻഡസ്ട്രി, ഇപ്പോൾ ഡയറി ഇൻഡസ്ട്രി, അതുപോലെ തന്നെ അഗ്രികൾച്ചർ ഇൻഡസ്ട്രി, അവിടെ നിന്നൊക്കെ വരുന്ന വേസ്റ്റ് വാട്ടർ അല്ലെങ്കിൽ വേസ്റ്റ് പ്രോഡക്റ്റ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ എത്രത്തോളം ആകാം. നമ്മുടെ ഇപ്പോൾ കുറേ കാര്യങ്ങളുണ്ട്, അത് നമ്മൾ പഠിക്കാം. അപ്പോൾ അതൊക്കെ എത്രത്തോളം ലിമിറ്റ് ആയിരിക്കണം. ഇപ്പോൾ നമ്മളൊരു റിവറിലേക്കാണ് ഒഴിക്കണമെങ്കിൽ എത്രത്തോളം ആകാം, നമ്മളൊരു ലാൻഡിയിട്ടാണ് വേസ്റ്റ് ഒഴിക്കണമെങ്കിൽ അതൊക്കെ എത്രത്തോളം ട്രീറ്റ് ചെയ്ത് എത്രത്തോളം റെഡ്യൂസ് ചെയ്തിട്ടേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ, അതെല്ലാം നമ്മൾ പഠിക്കണം. ഓക്കെ, പിന്നെ നമുക്ക് എൻവയോൺമെൻറ്റൽ ബയോടെക്നോളജി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതിൽ കുറച്ച് എക്കോസിസ്റ്റം, ബയോഡൈവേഴ്സിറ്റി, ടൈപ്പ് ഓഫ് എക്കോസിസ്റ്റം, സ്ഫിയർ അതൊക്കെ പഠിക്കാനുണ്ട്. പിന്നെ നമുക്ക് പൊല്യൂഷനാണ് നമ്മുടെ മെയിൻ ഏരിയ അല്ലേ. നമ്മുടെ സോഴ്സ് ഓഫ് പൊല്യൂഷൻ, ഗ്രീൻ ഹൗസ് എഫക്റ്റ്, ഡൊമസ്റ്റിക് വേസ്റ്റ്, കമ്മ്യൂണിറ്റി വേസ്റ്റ്, അഗ്രികൾച്ചറൽ വേസ്റ്റ്, അതെല്ലാം നമുക്ക് പഠിക്കണം. ഓക്കെ, പിന്നെ ടൈപ്പ് ഓഫ് പൊല്യൂഷൻ, ഇത് നമ്മൾ പലപ്പോഴായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ് അല്ലേ. BOD പഠിക്കാനുണ്ട്, COD പഠിക്കാനുണ്ട്, മൈക്രോബിയൽ ക്വാളിറ്റി ഓഫ് വാട്ടർ. ഇപ്പോൾ നിങ്ങൾക്ക് ഈ സിലബസ് കാണുമ്പോൾ തോന്നും ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണല്ലോ അല്ലേ. ശരിയാണ്, സിലബസ് ഒരു ഓർഡർ ഇല്ലാതെയാണ് നമ്മുടെ ഇവർ അറേഞ്ച് ചെയ്തേക്കുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് ബയോടെക്നോളജി തന്നെ മൈക്രോബയോളജി, ഇമ്മ്യൂണോളജി, എൻവയോൺമെൻറ്റൽ ബയോടെക്നോളജി, ഇത് തന്നെ നമ്മുടെ എൻവയോൺമെൻറ്റൽ കെമിസ്ട്രി ആയിട്ട് നമ്മൾ കെമിസ്ട്രി സെക്ഷനിൽ കുറച്ചൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് എൻവയോൺമെൻറ്റ് സയൻസിൽ ഇനിയും വരും. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് അങ്ങനെ റിപ്പീറ്റായിട്ട് വരുന്ന ഏരിയ എന്ന് പറയുന്നത് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഓക്കെ, ബയോ റെമിഡിയേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതൊക്കെ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് മൈക്രോബ്സ് യൂസ് ചെയ്ത് നമ്മൾ ഈ ഒരു പൊള്യൂട്ടൻസിനെയൊക്കെ ഡീഗ്രേഡ് ചെയ്യുന്നതാണ് ബയോ റെമിഡിയേഷൻ. ഓക്കെ, അപ്പോൾ പെസ്റ്റിസൈഡ്സ്, ഹെർബിസൈഡ്സ്, അതിൻ്റെ ടോക്സിക് കെമിക്കൽസ് ഇൻ എൻവയോൺമെൻറ്റ് ഇവരെയൊക്കെ ഡീഗ്രേഡ് ചെയ്യുന്നു. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ബയോളജിക്കൽ കൺട്രോൾ ഓഫ് പെസ്റ്റ് ആൻഡ് ഇൻസെക്റ്റ്, ബയോ പെസ്റ്റിസൈഡ് എന്താണ്, നമ്മുടെ ബാസിലസ് തുറിഞ്ചൻസിസ്, ബയോ ഹെർബിസൈഡ്സ് എന്തൊക്കെയാണ്, നമ്മൾ ഈ ഒരു മെറ്റൽ റെമിഡിയേഷനിന് ചില പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്, അതിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്. അപ്പോൾ പിന്നെ നമ്മുടെ ഫൈറ്റോ റെമിഡിയേഷന് യൂസ് ചെയ്യുന്ന പ്ലാന്റ്സ് ഏതൊക്കെയാണ്, ആൽഗി ഏതൊക്കെയാണ്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ആപ്ലിക്കേഷൻ ഓഫ് ബയോടെക്നോളജി, എന്തിനാണ് ഈ ബയോ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് നൈട്രജൻ ഫിക്സിങ് മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ഉണ്ടല്ലോ, അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്. ഓക്കെ, പിന്നെ റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ എനർജി സോഴ്സസ്, അത് സിമ്പിളായിട്ട് പഠിച്ചു പോകാവുന്ന ഒരു ഏരിയയാണ്. ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റിയ ഏരിയയാണ്. ബയോമാസസ്, അതായത് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ്, സ്പെല്ലിംഗ് ഒക്കെ ചെറുത് തെറ്റായിട്ട് ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ബയോമാസ്, അതായത് നമ്മുടെ മൈക്രോബ്സ് ഉണ്ടല്ലോ, ആപ്ലിക്കേഷൻ ഓഫ് മൈക്രോബ്സ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഫ്യൂവൽസ് ഫ്രം ബയോമാസ്, അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ബയോഗ്യാസ് ആൻഡ് മെഥനോജനിക് ബാക്ടീരിയ, അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ പഠിച്ചോളണം. ഓക്കെ, മെഥനോജനിക് ബാക്ടീരിയ,
അതുപോലെ തന്നെ നമ്മുടെ ആർക്കിയയിലും വരുന്നുണ്ട് കുറേ മെഥനോജൻസ്, അതൊക്കെ നമുക്ക് പഠിക്കണം. മൈക്രോബിയൽ ഹൈഡ്രജൻ പ്രൊഡക്ഷൻ ഓഫ് മെഥനോൾ, എഥനോൾ, അതൊക്കെ നമുക്ക് പഠിക്കണം. പിന്നെ സോളാർ എനർജി കൺവേർട്ടർ, ഇതൊക്കെ ചെറിയ ചെറിയ ഏരിയ ഉള്ളൂ. ഓക്കെ സോളാർ എനർജി കൺവേർട്ടർ. പിന്നെ നമുക്ക് ഈ ഒരു പ്ലാന്റ്സിൽ നിന്നൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അതൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. പിന്നെ പ്ലാന്റ് ബേസ്ഡ് പെട്രോളിയം ഇൻഡസ്ട്രി ആൻഡ് സെല്ലുലോസ് ഡീഗ്രഡേഷൻ ഫോർ കമ്പസ്റ്റബിൾ ഫ്യൂവൽസ്. പിന്നെ നമുക്ക് ബയോ ലീച്ചിങ് പഠിക്കാനുണ്ട്, അതായത് ബയോ അക്യുമുലേഷൻ ആൻഡ് ബയോ മിനറലൈസേഷൻ. ഓക്കെ, പിന്നെ നമ്മുടെ എൻവയോൺമെൻറ്റൽ ക്വാളിറ്റി, ബയോ അസസ്മെൻറ്റ് ഓഫ് എൻവയോൺമെൻറ്റൽ ക്വാളിറ്റി. ഓക്കെ, പിന്നെ നമുക്ക് പ്ലാന്റ് ആൻഡ് ആനിമൽ ബയോടെക്നോളജി 3 മാർക്കാണ്. അത് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് അല്ലേ. പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ എന്താണെന്ന് നമുക്ക് പഠിക്കാനുണ്ട്. ടിഷ്യൂ കൾച്ചർ എന്ന് പറയുന്ന ഒരു വലിയ ഏരിയ ആണ് അല്ലേ, അത് തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് പഠിക്കാനുണ്ട്. കാലസ് കൾച്ചർ എന്താണ്, സെൽ സസ്പെൻഷൻ കൾച്ചർ എന്താണ്, ഓർഗൻ കൾച്ചർ എന്താണ്, റൂട്ട് കൾച്ചർ എന്താണ്, ഹെയറി റൂട്ട് കൾച്ചർ, എംബ്രിയോ കൾച്ചർ, ആന്തർ കൾച്ചർ, അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ട്രാൻസ്ജനിക് പ്ലാന്റ്സ് ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. എങ്ങനെയാണ് നമ്മൾ പ്ലാന്റ്സിലേക്ക് ജീൻ ട്രാൻസ്ഫർ ചെയ്യുന്നത്, നമ്മുടെ അഗ്രോബാക്ടീരിയം എന്താണ്, അഗ്രോബാക്ടീരിയം ട്യൂമിഫിഷ്യൻസ് എന്ന് പറയുന്നത് എന്താണ്, അത് നമ്മൾ പ്ലാന്റ് ജനറ്റിക് എഞ്ചിനീയറിംഗിൽ ഈ ഒരു ആളെ നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, വൈറസ് മീഡിയേറ്റഡ് ജീൻ ട്രാൻസ്ഫർ എങ്ങനെയാണ്. പിന്നെ നമ്മുടെ ട്രാൻസ്ജനിക് പ്ലാന്റ്സ് ഉണ്ടല്ലോ, നമ്മൾ എന്തിനൊക്കെയാണ് അത് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ആപ്ലിക്കേഷൻ, ബയോ ഫാമിംഗ് എന്താണ്, നമ്മളതായത് ഇപ്പോൾ എന്തെങ്കിലും പ്രോട്ടീൻസ് ഒക്കെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യും, എവിടെ നിന്ന്, ട്രാൻസ്ജനിക് പ്ലാന്റ്സിൽ നിന്ന് അല്ലേ, അതാണ് നമ്മുടെ ബയോ ഫാമിംഗ് എന്ന് പറയുന്നത്. പിന്നെ എഡിബിൾ വാക്സിനൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ വന്ന ഒരു ഏരിയ ആണ് കേട്ടോ. എഡിബിൾ വാക്സിൻ, ഡിസീസ് റെസിസ്റ്റൻ്റ് ആൻഡ് സോൾട്ട് ടോളറൻറ്റ്, പെസ്റ്റ് റെസിസ്റ്റൻ്റ് ഒക്കെ ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം. പിന്നെ നമ്മൾ മെറ്റബോളിക് എഞ്ചിനീയറിംഗ് എന്താണ്, അതായത് നമ്മളിങ്ങനെ പ്ലാന്റ്സിനെയൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് മെറ്റബോളിക് എഞ്ചിനീയറിംഗ് ഒക്കെ കണ്ടക്ട് ചെയ്യും അല്ലേ, അത് എന്താണ്. പിന്നെ സെൽ കൾച്ചറിന് യൂസ് ചെയ്യുന്ന എന്തൊക്കെയാണ്, അതൊക്കെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഒരു ക്വസ്റ്റ്യൻ വന്നത്. യൂസസ് ഓഫ് ആനിമൽ സെൽ കൾച്ചർ എന്തൊക്കെയാണ്, അതിൽ നിന്നുള്ള പ്രോഡക്റ്റ്, ഹോർമോൺസ് ഉണ്ട് അല്ലേ, ഇൻ്റർഫെറോൺ, പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ, പിന്നെ നമ്മുടെ ബ്ലഡ് ക്ലോട്ടിങ് ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആനിമൽ സെൽസ് എന്തിനു യൂസ് ചെയ്യുന്നു, വൈറസ് കൾട്ടിവേഷൻ. അതിന് മുമ്പ് തന്നെ നമ്മൾ ആനിമൽ സെൽസ് എന്തൊക്കെയാണ് ഈ കൾച്ചറിന് യൂസ് ചെയ്യുന്ന സെൽസ് ഉണ്ടല്ലോ, അവരുടെ പ്രത്യേകതയൊക്കെ പഠിക്കണം. എക്സ്പ്രഷൻ ഓഫ് ക്ലോൺഡ് പ്രോട്ടീൻസ് ഇൻ ആനിമൽ സെൽസ്, പ്രൊഡക്ഷൻ ഓഫ് വാക്സിൻസ് ഇൻ ആനിമൽ സെൽസ്, പ്രൊഡക്ഷൻ ഓഫ് പോളിക്ലോണൽ ആൻഡ് മോണോക്ലോണൽ ആൻറ്റിബോഡീസ്. ഹൈബ്രിഡോമ ടെക്നോളജി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആളാണ്. ഓക്കെ, പിന്നെ ട്രാൻസ്ജനിക് ആനിമൽസ് ആൻഡ് പ്രാക്ടിക്കൽ യൂസ്. ഓക്കെ, പിന്നെ ബയോ ഇൻഫോർമാറ്റിക്സ് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം, ഈ ഡേറ്റാ ബേസ് ഒക്കെ അതിൻ്റെ ഒരു എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ നമുക്ക് NCBI എന്താണ്, ജീൻ ബാങ്ക് എന്താണ്, പബ്മെഡ് എന്താണ്, ജീനോമിക്സ്, പ്രോട്ടിയോമിക്സ് ഒക്കെ എന്തൊക്കെയാണെന്നൊക്കെ പഠിക്കാനുണ്ട്. ഇത്രയാണ് നമ്മൾ ബയോടെക്നോളജിയിൽ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് എൻവയോൺമെൻറ്റ് സയൻസ് പാർട്ട് 4 എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്. വാട്ടറിനെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. pHഉം pOH ഒക്കെ എന്താണ്, അയണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ എന്താണ്, ഡിസോസിയേഷൻ എന്താണ്, അതായത് ഡിസോസിയേഷൻ ഓഫ് വാട്ടർ, ടൈപ്പ് ഓഫ് ആസിഡ് ആൻഡ് ബേസസ്, ബഫർ, ഇലക്ട്രോലൈറ്റ്, ഡിസോസിയേഷൻ ഓഫ് വീക്ക് ആസിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ്, നമുക്ക് pKa എന്താണ്, ബഫേഴ്സ് അതിൻ്റെ മെക്കാനിസം എന്തൊക്കെയാണ്, പിന്നെ നമ്മുടെ ഹാൻഡേഴ്സൺ ഹസൽബാച്ച് ഇക്വേഷൻ എന്താണ്, മോളിക്കുലർ ഇൻട്രാക്ഷൻ, നമ്മുടെ കൊവാലൻ്റ് ആൻഡ് നോൺ കൊവാലൻ്റ് ബോണ്ടൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഇൻട്രാക്ഷനൊക്കെ എന്തൊക്കെയാണ്. പിന്നെ നമ്മുടെ കെമിസ്ട്രിയിൽ വരുന്ന ഏരിയ ഉണ്ടല്ലോ, നോർമാലിറ്റി, മൊളാരിറ്റി, മോൾ ഫ്രാക്ഷൻ, പെർസെൻറ്റേജ് സൊല്യൂഷൻ, അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ ഡിഫ്യൂഷൻ, ഓസ്മോസിസ്, അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. പിന്നെ ഓസ്മോട്ടിക് പ്രഷർ, ഐസോട്ടോണിക്, ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻസ്, ട്രൂ സൊല്യൂഷൻ എന്താണ്, കൊളൈഡൽ സൊല്യൂഷൻ എന്താണ്, അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ടിൻഡാൽ എഫക്റ്റ് പഠിക്കാനുണ്ട്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ, ടിൻഡാൽ എഫക്റ്റ്. പിന്നെ എമൽഷൻ, എമൽസിഫയിങ് ഏജൻറ്റ്, റിവേഴ്സ് ഓസ്മോസിസ്, ഇതൊക്കെ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്നൊരു ഏരിയ ആണ്. പിന്നെ മോഡ്യൂൾ 2 നമ്മുടെ ബയോകെമിസ്ട്രിയാണ് വരുന്നത്. ബയോകെമിസ്ട്രിയും കുറച്ച് കെമിസ്ട്രിയും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചതാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്, പ്രോട്ടീൻസ്, ന്യൂക്ലിക് ആസിഡ്, അമിനോ ആസിഡ്, ഫാറ്റി ആസിഡ്, ന്യൂക്ലിയോടൈഡ് ക്ലാസിഫിക്കേഷൻസ്, ബേസിക് സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്, ന്യൂക്ലിക് ആസിഡ്, എൻസൈംസിനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കാൻ പറ്റുന്ന എല്ലാം നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, എങ്ങനെയാണ് അതിൻ്റെ ഡിറ്റക്ഷൻ കൂടി നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രിസിപ്പിറ്റേഷൻ റിയാക്ഷൻ ഓഫ് പ്രോട്ടീൻസ്. പിന്നെ നമുക്ക് എന്താ പഠിക്കാനുള്ളത്, പോളിമേഴ്സ് പഠിക്കാനുണ്ട്, കുറച്ച് കെമിസ്ട്രി വരാനുണ്ട്. ഓക്കെ, കണ്ടൻസേഷൻ പോളിമേഴ്സ് എന്താണ്, എലാസ്റ്റോമേഴ്സ് എന്താണ്, തെർമോപ്ലാസ്റ്റിക് പോളിമേഴ്സ് എന്താണ്, തെർമോസെറ്റിക് പോളിമേഴ്സ് എന്താണ്. പിന്നെ നമുക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ നാച്ചുറൽ ആൻഡ് സിന്തറ്റിക് റബ്ബർ, ബയോഡിഗ്രേഡബിൾ പോളിമേഴ്സ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഇനി അടുത്തത് മോഡ്യൂൾ 3 എന്ന് പറയുന്നത് എന്താണ്, പിന്നെ നമ്മുടെ മൈക്രോബയോളജിയാണ് വന്നേക്കുന്നത്.
ഓക്കെ, അപ്പോൾ നമ്മുടെ ബയോടെക്നോളജിയിലും മൈക്രോബയോളജി ഉണ്ട്, നമ്മുടെ മൈക്രോബയോളജിയിലും ഉണ്ട്, എൻവയോൺമെൻറ്റ് സയൻസിലും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് മൈക്രോബിയൽ കൺട്രോൾ, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ മെത്തേഡ്സ്, കൾച്ചർ മീഡിയ വന്നിട്ടുണ്ട്, ഇനോക്കുലേഷൻ ടെക്നിക്സ് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് മൈക്രോബയോളജിക്കൽ അനാലിസിസ് ഓഫ് വാട്ടർ പല രീതിയിലുള്ളത്. പിന്നെ നമ്മുടെ എയർബോൺ ഓർഗാനിസംസ് ഉണ്ടല്ലോ, ഡ്രോപ്ലെറ്റ് ആൻഡ് ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയായി. പിന്നെ എക്സാമ്പിൾസ് ഓഫ് വാട്ടർ ആൻഡ് ഫുഡ്ബോൺ മൈക്രോബിയൽ ഡിസീസസ്, ഫുഡ് അഡൾട്രൻസ് പഠിക്കാനുണ്ട്, ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് പഠിക്കാനുണ്ട്, ആർട്ടിഫിഷ്യൽ കളേഴ്സും ഫ്ലേവേഴ്സും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ മൈക്രോബിയൽ ടോക്സിൻസ് ഉണ്ടല്ലോ ഫുഡിലുള്ളത്, അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഫംഗൽ ടോക്സിൻ, അതായത് മൈക്രോടോക്സിൻ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മോഡ്യൂൾ 4 എന്ന് പറയുന്നത് നമ്മുടെ എൻവയോൺമെൻറ്റ് സയൻസ് തന്നെയാണ് അല്ലേ. എയർ പൊള്യൂട്ടൻസ്, ഗേഷ്യസ് എയർ പൊള്യൂട്ടൻസ്, ഓക്സൈഡ്സ് ഓഫ് സൾഫർ, ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ, ഹൈഡ്രോ കാർബൺസ്, ഓക്സൈഡ്സ് ഓഫ് കാർബൺ, കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, അതിൻ്റെയൊക്കെ സോഴ്സസ് എന്താണ്, അതിൻ്റെയൊക്കെ ഹെൽത്ത് എഫക്റ്റ് എന്താണ്, പാർട്ടിക്കുലേറ്റ് എയർ പൊള്യൂട്ടൻസ് എന്താണ്, പിന്നെ നമ്മുടെ സ്മോക്ക്, ഡസ്റ്റ്, മിസ്റ്റ്, ഫ്യൂംസ്, അതൊക്കെ എന്താണ്, അവരുടെ സോഴ്സസ് എന്താണ്, ഫോട്ടോ കെമിക്കൽ സ്മോഗ് എന്താണ്, ഗ്ലോബൽ വാർമിംഗ്, ഗ്രീൻ ഹൗസ് എഫക്റ്റ്, ആസിഡ് റെയിൻ, ഓസോൺ ഹോൾ, ഇതൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ അസസ്മെൻറ്റ് ഓഫ് എയർ ക്വാളിറ്റി, എയർ സാനിറ്റേഷൻ, പിന്നെ നമ്മുടെ എയർബോൺ മൈക്രോബിയൽ ഡിസീസ് ഉണ്ടല്ലോ, അത് നമുക്ക് പഠിക്കണം. വാട്ടർ പൊല്യൂഷൻ പഠിക്കാനുണ്ട്, വാട്ടർ അനാലിസിസ് ഉണ്ട്, സോയിൽ പൊല്യൂഷൻ നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ പല രീതിയിലുള്ള പെസ്റ്റിസൈഡ്സും അതുപോലെ തന്നെ ഹെർബിസൈഡ്സും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് എന്താണ്, ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള ഏതൊക്കെയാണ്, നോൺ ബയോഡിഗ്രേഡബിൾ ഏതൊക്കെയാണ്, അതിൻ്റെ എക്സാമ്പിൾസ്, പിന്നെ നമുക്ക് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് എന്താണ്, അതൊക്കെ നമുക്ക് പഠിക്കണം. പിന്നെ നമുക്ക് COD, BOD ഒക്കെ നമുക്ക് പഠിക്കണം. അമോണിയാക്കൽ നൈട്രജൻ കണ്ടൻറ്റ്, ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണ്, പിന്നെ നമുക്ക് നോയിസ് സ്റ്റാൻഡേർഡ്, എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഓരോരോ ഓർഗനൈസേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് പഠിക്കണം. IUCN, അതുപോലെ തന്നെ യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാം, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൺവെൻഷൻ ഓൺ ഇൻ്റർനാഷണൽ ട്രേഡ് ഇൻ എൻഡേഞ്ചർഡ് സ്പീഷീസ് ഓഫ് വൈൽഡ് ഫോണ ആൻഡ് ഫ്ലോറ, എൻവയോൺമെൻറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം, ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതുകൂടാതെ തന്നെ സിലബസിലില്ലാത്ത നമുക്ക് എൻവയോൺമെൻറ്റൽ ലോ ഒക്കെയും കൂടി പഠിക്കാം. അതെപ്പോഴും നമുക്ക് ഇൻ്റർവ്യൂവിന് ആവശ്യമുള്ളതാണ്. ഓക്കെ, പിന്നെ നമ്മുടെ മൈക്രോസ്കോപ്പി മോഡ്യൂൾ 5 എന്ന് പറയുന്നത് പിന്നെ മൈക്രോബയോളജി വരുന്നുണ്ട് അല്ലേ. മൈക്രോസ്കോപ്പി പഠിക്കാനുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ സ്പെക്ട്രോസ്കോപ്പി, ക്രൊമാറ്റോഗ്രഫി, ഇലക്ട്രോഫോറസിസ്, അങ്ങനെയുള്ള ടെക്നിക്സാണ് മോഡ്യൂൾ 5 വരുന്നത്. ഓക്കെ, ഇവിടെ PCR വരുന്നുണ്ട്, അതുപോലെ തന്നെ റേഡിയോ ആക്ടിവിറ്റി. ഓക്കെ, പിന്നെ നമ്മുടെ ഇമ്മൊബിലൈസ്ഡ് എൻസൈംസ് ഒക്കെ പഠിക്കാനുണ്ട്, ബയോടെക്നോളജിക്കൽ മാനേജ്മെൻറ്റ് ഓഫ് സോളിഡ് ആൻഡ് ലിക്വിഡ് വേസ്റ്റ്. ഇത്രയാണ് നമ്മുടെ JSAയുടെ സിലബസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ പഠിച്ചു തുടങ്ങാം. ഓക്കെ, സൈപ്രോയിൽ JSA കോഴ്സ് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പഠിക്കാം.